വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ ഓണത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ വർഷം എൻ്റെ ഓണം എങ്ങനെയാണെന്ന് കണ്ടാലോ. രാവിലെ തന്നെ ഞാൻ കണ്ട കാഴ്ച അപ്പവും കാശും കൂടെ പൂക്കൾ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വലിയ പൂക്കൾ ഇട്ടിട്ടുണ്ട്. മയിലിനെയൊക്കെ വരച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പൂക്കൾ ഇട്ടിട്ടുള്ളത്. അവൾ നല്ല അടിപൊളിയായിട്ട് പൂക്കളിടും. അങ്ങനെ ആ പൂക്കളിതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോയി കുഞ്ഞിന് സ്വാമിനെയൊക്കെ തൊഴിച്ച് അമ്പലത്തിലത്തെ പൂക്കളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഞങ്ങൾ നടന്നു കേട്ടോ കുറച്ച് നേരം. അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും രണ്ടാളെ ഇരുത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ഊഞ്ഞാലിലൊക്കെ ഇരുത്തിയിട്ട് രണ്ടാളെ ഒരുമിച്ച് രണ്ടാളും ഒരുപോലത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മ അടിപൊളി സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 2 തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ. പാലടയും പരിപ്പും ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞിനെ ഇലയൊക്കെ ഇട്ട് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ആൾ കുറച്ച് നീങ്ങിയൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഫുഡാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും വന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ വറ്റായിട്ടാണ് കേട്ടോ പറക്കി കഴിക്കുന്നത്. എനിക്ക് ഇഷ്ടമാണല്ലോ തന്നേക്ക് ഇങ്ങനെ കുറച്ചായിട്ട് കഴിക്കാനായിട്ട്. ഫുള്ളൊന്നും കഴിക്കില്ല, പകുതിയും പുറത്തായിരിക്കും. പക്ഷെ കഴിഞ്ഞ വിഷുവിന് ആള് ഇലയൊക്കെ വലിച്ച് പറിച്ച് കളഞ്ഞ് ആകെ അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ചു ഇപ്രാവശ്യം നല്ല കുട്ടിയാണെന്ന്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ഇതാക്കണ്ടോ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല വേറെ വഴിക്കായി പോയി. പിന്നെ ഞാനതൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല. ഞാൻ നല്ല അടിപൊളിയായിട്ട് എൻ്റെ സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കഴിച്ച് സൂപ്പറായിട്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മെയിൻ പരിപാടി, അതായത് വർഷങ്ങളായിട്ട് പിന്തുടർന്ന് പോരുന്ന ഒരു ആചാരമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ അമ്മമ്മയുടെ വീട്ടിൽ പോവാം. അതായത് അമ്മയുടെ വീട്ടിൽ പോവുക. അപ്പം എല്ലാവരും കൂടിയിട്ട് അമ്മയുടെ വീട്ടിൽ പോയി അവിടെ കുഞ്ഞ് ഭയങ്കരമായിട്ട് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ചേട്ടന്മാരുടെ പാട്ടും പിന്നെ സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ട് വരുമ്പോൾ ആൾ ഡാൻസ് കളിക്കും. അത് ആളുടെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മൂത്ത വല്യമ്മയുടെ വീട്ടിൽ പോയി. അവിടെയൊക്കെ ചേച്ചിയുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചേച്ചിയും ചേട്ടനും അപ്പൂൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ 3 ആളും കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇതാണ് തരം. എല്ലാവരും കൂടെ ഭയങ്കര കളിയും ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ 3 പേർക്കും ഒരുപോലത്തെ ഡ്രസ്സ് നമ്മൾ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കുഞ്ഞ് കണ്ടല്ലേ സുന്ദരിയായിട്ട് നടക്കുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഓണപ്പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. കുമ്മാട്ടി ഉണ്ടായിരുന്നു, റോബോട്ട് ഉണ്ടായിരുന്നു, പിന്നെ പാണ്ട, ഗോറില്ല, പിന്നെ പുലിക്കളി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള പരിപാടിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. ഇത് മെയിനായിട്ട് നോക്കി നടത്തുന്ന പരിപാടി സംഘാടകൻ എന്ന് പറയുന്നത് എൻ്റെ ബിൻചാനാണ്, എൻ്റെ വലിയച്ഛൻ്റെ മോണ്ട്. അതാ ഈ പോകുന്നുണ്ട് ആളാണ്. മുഖം എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇനി പിന്നീട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ആൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഒന്നും എടുക്കുന്നത് എന്നാലും ഞാൻ കാണിക്കാം. അപ്പം നമുക്ക് പരിപാടി ഒന്ന് കണ്ടാലോ. ആദ്യം വിചാരിച്ചത് കുഞ്ഞിക്ക് പുലിനെ കാണുമ്പോൾ ഭയങ്കര പേടിയാവുന്ന കേട്ടോ. കാരണം പല കളറിലുള്ള പുലികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണുന്നത്. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര നിർബന്ധമുണ്ട് അവൾക്ക് ഇങ്ങനത്തെ നാട്ടിലെ എല്ലാ പരിപാടികളും കാണണം, അതൊക്കെ എൻജോയ് ചെയ്ത് വളരണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ആ ഒരു ഇതിൽ തന്നെയാണ് നാട്ടിലേക്ക് വന്നതും. അപ്പം പക്ഷെ കുഞ്ഞിക്കാണെങ്കിൽ ഒന്നും കണ്ടിട്ട് ഒരു പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ആള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. പിന്നെയും പുലികളുടെ അടുത്തേക്ക് ഇങ്ങനെ പോകണം എന്ന് പറയായിരുന്നു കേട്ടോ. അങ്ങനെ അതാ അവള് പുലിനെയും കണ്ടു. പാണ്ട വന്നിട്ട് അവളെ കുറച്ചു നേരം പേടിപ്പിക്കാനൊക്കെ ഒരു കുഴപ്പമില്ല. പിന്നെ കുമ്മാട്ടിയുടെ അടുത്ത് കൈയൊക്കെ കൊടുത്ത് കൂടെ ഡാൻസ് കളിക്കായിരുന്നു കേട്ടോ കുഞ്ഞ്. പരിപാടി അങ്ങനെ നീങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പാടത്തേക്ക് വിടുകയാണ് കേട്ടോ ചെയ്തത്. കാരണം അച്ഛനും അമ്മയും പാടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ പോയിട്ടുണ്ടായിരുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടമൊക്കെ കണ്ടില്ലേ, എല്ലാം ഉഴുത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഞാറ് നടാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതാ അച്ഛൻ വരമ്പൊക്കെ സെറ്റാക്കി ഞാറ് നടാനുള്ള സ്ഥലം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അവിടെയൊക്കെ ഈ തുണി കൊണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ വിത്തൊക്കെ വന്ന് കിളികളൊന്നും കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ സന്ധ്യ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാടത്ത് പോയിരിക്കാൻ ഭയങ്കര രസമാണ്. സൂര്യനുള്ള സമയത്ത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോയിരിക്കാറുണ്ട് കേട്ടോ. കാരണം നല്ല ഇളം വെയിലും നല്ല കാറ്റും ഒക്കെ ആയിട്ട്, പിന്നെ സന്ധ്യാസമയം ആയി കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് നല്ല ഗാനങ്ങളൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. വേറെ എവിടെ പോയാലും ഈ ഒരു സമാധാനം സന്തോഷമൊന്നും കിട്ടില്ല, അത് 100% ഉറപ്പാണ് കേട്ടോ. കാരണം എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ നാടും വീടും ആ ഏരിയ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിക്കും അതൊക്കെ കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം അവൾക്ക് നല്ലൊരു ചൈൽഡ്ഹുഡ് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിൽ ചിലതൊക്കെയാണ് ഇത്. കാരണം നമ്മൾ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെ. അതുപോലെ തന്നെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരും ഉണ്ട് കേട്ടോ ഈ നാട്ടിൽ. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ദിവസങ്ങൾ വേണ്ടി കാത്തിരിക്കും കേട്ടോ ഞങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ പൂവാറാകുമ്പോഴേക്കും അവർക്ക് ഭയങ്കര വിഷമാണ്, അവരുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഒരു ഓണം വീഡിയോ. ഞാൻ ഒരുപാടായിട്ട് നല്ല രീതിയിൽ ആഘോഷിച്ചൊരു ഓണം തന്നെയാണ് കേട്ടോ. പക്ഷേ സൂര്യചേട്ടൻ ഇല്ലാത്തതിൻ്റെ വിഷമം ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ ആ നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സൂര്യചേട്ടനെ. പക്ഷെ സാരില്ല, അടുത്ത വട്ടം ഞങ്ങൾ അടിച്ചു പൊളിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.